സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു ശ്യാം ചക്കുവള്ളി. ശരി, അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വോയിസ് ഇപ്പം ചെയ്യുകയാണ്. അതിനുശേഷം 1-2 മിമിക്രി വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതപ്പോ വഴിയെ പറയാം, നമുക്ക് തുടങ്ങാം. ശരി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ ജാതി എന്നുള്ള കാര്യം ഇന്ന് തന്നെ ഞാൻ പോയി സംഘടന എടുത്ത് സംസാരിച്ചിട്ട് വൈകിട്ട് തന്നെ എല്ലാ കേരളം മൊത്തം അറിയിക്കും ഏതാ ഈ ജാതി എന്നുള്ളത്. ഗുഡ് ജോബ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തത് പോരട്ടെ, എന്താണ് അടുത്തയായി വിനായകൻ ചേട്ടന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വിനായകൻ. കൃഷ്ണ, ഞാനാടാ ഗംഗാടാ, വെറുതെ വിളിച്ച ഒരു പണി പാലുവല്ല തോന്നണ്ടാ. ഞാൻ കൃഷ്ണനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനോടം പൊക്കോണം കേട്ടാ. യെസ്, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്തു. ഭയങ്കര എക്സൈറ്റ്മെന്റും ഹൈപ്പും ഒന്നും കൊടുക്കാണ്ട്, പക്ഷെ ഭയങ്കര നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അടുത്തയായി ലാൽ ജോസിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. സംവിധായകൻ ലാൽ ജോസിന്റെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സിനിമയിൽ നെൽസനെ വെച്ചൊരു പടം എടുക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ അത് ഒരുവിധം നടന്ന് എന്നുള്ളതാണ്. നെൽസൺ ചേട്ടനൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും നെൽസന് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതും ആ ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എൻ്റെ ആഗ്രഹം നമ്മുടെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഈ വേദിയിലിരിക്കുന്ന ഉല്ലാസ് പന്തളം ചേട്ടനെ വെച്ച് എനിക്കൊരു സിനിമ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ നായികയായിട്ട് ചേച്ചിയെ ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്തയായി ദുൽഖറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ദുൽഖർ സൽമാൻ. അതേടാ, നിങ്ങൾ തെരുവട്ടിയ കുടുംബങ്ങളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പില. അത് കെട്ടിയിരിക്കുന്ന സിമെന്റ് കല്ലും കൊണ്ടൊന്നുമല്ലടാ, ഒന്നാം തരം കട്ട പിടിച്ച ചോര കൊണ്ട്. എങ്ങനെയൊക്കെ ചോരയുടെ വിളി കേക്കടാ. അടുത്തതായി ഒരു കാലത്ത് ആക്ഷൻ ഹീറോ ആയിട്ട് വന്ന് ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ജയൻ സാറിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പെമ്പിള്ള റോഡിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ലല്ലേ? എടാ, നീയാണ് ഈ കലബലാദി ഷാജി അല്ലേ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അസലായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി. ആൻഡ് പെർഫോമൻസ് നേരത്തെ ഇമിറ്റേറ്റ് ചെയ്തതും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ദ ഓൺലി തിങ് ആകെ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് ശരിയാവോ പനി ഉണ്ടായിരുന്നു. നല്ല കുറച്ച് ദിവസം കൊണ്ട് പനിയുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഒരു ജ്യേഷ്ഠനെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഇന്ന് തന്നെ പ്രോഗ്രാമിന് വരണം. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഇന്ന് രാവിലെ കയറി വരുമായിരുന്നു. പക്ഷെ പനിയോടൊക്കെ പോവാൻ പറ, നിങ്ങൾ അസലായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്ന് പറയൂ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് എൻ്റെ നാട്ടുകാരനാണ് ആള്. അതായത് ചക്കുവള്ളി ശൂരനാട്. ഒരു വ്യത്യാസമില്ല, പൂർവഴി ചക്കുവള്ളി. ഇദ്ദേഹത്തിന്റെ ചിറ്റപ്പനെയൊക്കെ നമുക്ക് നേരത്തെ പണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞാളിലെ നല്ല പാട്ടുകാരനാണ്. ഗംഗൻ എന്നാ പറയുക പുള്ളിയുടെ. ഗംഗൻ ചേട്ടൻ്റെ കൂടെ ഒക്കെ നമ്മുടെ ജ്യേഷ്ഠന്മാരൊക്കെ പാടാൻ പോയിട്ടുണ്ട്. അപ്പോൾ കലാ കുടുംബത്തിൽപ്പെട്ടൊരു കക്ഷിയാണ് അദ്ദേഹം. പിന്നെ ഇപ്പം ഓട്ടോ ഓടിക്കുക, ചക്കുളി സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ്. എന്തായാലും അടിച്ചു പൊളിച്ചു, തകർത്തു. നമ്മുടെ നാടിന്
ഒരു കുഴപ്പവും വരുത്തിയില്ല. അത്രേ അറിഞ്ഞതാണ്. ചക്കുവള്ളി എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയാണ് ഈ അദ്ദേഹം മുഖത്ത് പ്രതിഫലിക്കുന്നതാണ്. അതെ അതെ അതെ. ആ നാടൻ ഇപ്പൊ ആ ഓരോ കാര്യങ്ങൾ പറയുമ്പോ തന്നെ നാട്ടുഭാഷയാണ് ശ്രദ്ധിച്ചു. അതെ അതെ നാട്ടുഭാഷയാണ് ഉപയോഗിച്ചത്. അതെ. ഇദ്ദേഹം ഒരു സ്റ്റാറിന്റെ പേര് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാവോ, പക്ഷെ അതെല്ലാം കറക്റ്റ് ആണ്, സംഭവം കറക്റ്റ് ആണ്. ഓൺലി തിങ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരു ഇച്ചിരി കൂട്ടിയാൽ മതി. നിങ്ങൾ അടിപൊളിയാണ്, അടിപൊളിയാണ്, സൂപ്പർ. ഇനി നല്ല രീതി എൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഒരു പനിയല്ലേ അതിപ്പോ മാറും. നല്ലപോലെ പെർഫോമൻസ് ചെയ്ത് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും സാധിക്കട്ടെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അടിപൊളി പുതുമയുള്ള പെർഫോമൻസുമായിട്ട് ഇനിയും വരാം. താങ്ക് യു സോ മച്ച്.